വിശ്വാമിത്രൻ ആവശ്യപ്പെട്ടതനുസരിച്ച് വിദേഹ രാജാവ് ശൈവജാപം ശ്രീരാമലക്ഷ്മണന്മാർക്ക് കാണിച്ചു കൊടുക്കുവാൻ സന്നദ്ധനായി. പ്രത്യേകമായി നിർമ്മിച്ച വിശാലമായ യജ്ഞശാലയിൽ 8 ചക്രങ്ങളുള്ളതും വളരെ വലുതുമായ ഇരുമ്പ് പേടകത്തിലാണ് പള്ളിവില്ല് സ്ഥാപിച്ചിരുന്നത്. ബലിഷ്ഠരായ അനേകം ആളുകൾ ഒത്തുപിടിച്ചാണ് ആ വില്ല് ദേവരാജന്റെ കാലത്ത് അവിടെ എടുത്തു വച്ചത്. വിദേഹ മന്നവൻ വില്ല് കുലയ്ക്കലിനെ വീരശുൽക്കമായി പ്രഖ്യാപിച്ചതു മുതൽ പല രാജാക്കന്മാരും അത് ഞാണേറ്റുവാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷേ ഞാണേറ്റുവാൻ പോയിട്ട് അതൊന്ന് അനക്കാൻ പോലും ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. അങ്ങനെയാണ് ചിലർ മിഥിലയെ ആക്രമിക്കാൻ പോലും മുതിർന്നത്. എന്നാൽ ദേവകൾ ന്യാസ്യമായി ഏൽപ്പിച്ചു കൊടുത്ത മഹേശ്വര ചാപം അവിടെ ഇരിക്കുന്ന കാലത്തോളം തങ്ങളുടെ പരാക്രമങ്ങളൊന്നും മിഥിലയിൽ ഫലിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കി അവർ സ്വയം മടങ്ങിപ്പോയി. മണ്ണിൽ നിന്ന് കിട്ടിയ പെണ്ണിനെ ആർക്കു വേണമെന്ന് പറഞ്ഞ് മിനി നടിച്ചവരുമുണ്ട് രാജാക്കന്മാരുടെ കൂട്ടത്തിൽ. രാമലക്ഷ്മണന്മാർ ശിവകാർമുകം കാണണമെന്നാഗ്രഹിച്ചാണ് തൻ്റെ കൂടെ വന്നതെന്ന് വിശ്വാമിത്രൻ പറഞ്ഞപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ജനകൻ ഓർത്തുപോയി. പരാജിതരായ പാർത്ഥിവന്മാരുടെ കഥകൾ സ്മരണയിൽ തെളിഞ്ഞതും അപ്പോഴാണ്. മാത്രമല്ല രാമനെ കണ്ട മാത്രയിൽ സീതയ്ക്ക് ചേർന്നവനെന്ന വിചാരവും അദ്ദേഹത്തിനുണ്ടായി. ആ നിലയ്ക്ക് വില്ലിൻ്റെ വിശേഷങ്ങൾ രാമനും അറിഞ്ഞിരിക്കണമല്ലോ. രാമൻ വീരശുൽക്കം ജയിച്ച് സീതയെ നേടുമെന്ന് ജനകന് ഉറപ്പായി. അതിനാൽ ആ ശുഭാവസരത്തിന് അതിന് തക്ക ആർഭാടമുണ്ടാക്കുവാൻ രാജാവ് ഏർപ്പാട് ചെയ്തു. വീരന്മാർ ഭൂമിയിലുണ്ടെന്ന് രാജാക്കന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ഇത് ഒരവസരമായി കണ്ട് എല്ലാ രാജാക്കന്മാരെയും വിവരം ധരിപ്പിക്കുവാൻ അദ്ദേഹം ദൂതന്മാരെ അയക്കുകയും ചെയ്തു. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. വില്ല് വെച്ച് പൂജിക്കുന്ന വിശാലമായ യജ്ഞശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. രാമലക്ഷ്മണന്മാരോട് കൂടി വിശ്വാമിത്രൻ യജ്ഞശാലയിൽ പ്രവേശിച്ച് ആസനസ്ഥനായപ്പോൾ ജനക മഹാരാജാവ് വില്ലിരിക്കുന്ന ഇരുമ്പ് പെട്ടിയുടെ മൂടി തുറക്കുവാൻ ഭൃത്യന്മാർക്ക് കൽപ്പന കൊടുത്തു. ബലശാലികളായ അനേകം ഭൃത്യന്മാർ വന്ന് ആയാസപ്പെട്ട് പെട്ടിയുടെ മൂടി തുറന്നു. രാമചന്ദ്ര, ത്രയംബകചാപം കാണുവാൻ ജനകരാജാവ് നിങ്ങൾക്ക് അവസരമുണ്ടാക്കി തന്നിരിക്കുന്നു. അടുത്തു ചെന്ന് നോക്കിക്കാണാം. 2 പേർക്കും വിശ്വാമിത്രൻ പറഞ്ഞതനുസരിച്ച് രാമനും ലക്ഷ്മണനും ആ പേടകത്തിനടുത്തു ചെന്ന് അതിലിരിക്കുന്ന ശിവകാർമുകത്തിൽ ഉടനീളം കണ്ണോടിച്ചു. അവരറിയാതെ കൈകൂപ്പുകയും ചെയ്തു. ശ്രീരാമൻ മന്ദസ്വരത്തിൽ മഹർഷിയോട് ചോദിച്ചു, ഇതൊന്ന് കയ്യിലെടുക്കുവാൻ അനുവദിക്കുമോ? രാജൻ, രാമൻ സമ്മതം ചോദിച്ചത് കേട്ടോ. വില്ല് എടുക്കാമോ എന്ന്. രാജാവിൻ്റെ അനുമതി കിട്ടിയപ്പോൾ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, രാമചന്ദ്ര, വില്ല് എടുക്കുകയോ തൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ആകാം. അതുകൊണ്ട് നിനക്ക് അമംഗളമൊന്നും ഉണ്ടാകില്ല, കല്യാണമേ ഉണ്ടാകൂ. ശ്രീരാമൻ മഹർഷിയുടെ ചരണങ്ങൾ വന്ദിച്ച ശേഷം പെട്ടിയുടെ അടുത്ത് നടന്നു. സദസ്സ് ശബ്ദമയമായി. പ്രോത്സാഹനത്തിൻ്റെ ഹർഷാരവങ്ങൾ ഉയർന്നു. പരിഹാസത്തിൻ്റെ അപശബ്ദവും ചില ഭാഗത്തു നിന്നുണ്ടായി. ശ്രീരാമൻ പേടകത്തിനടുത്ത് നടന്നു. അവിടെ ചെന്ന് നിന്നുകൊണ്ട് സദസ്യരെ ആകമാനം ഒന്ന് നോക്കി. അതോടെ സദസ്സ് നിശബ്ദമായി. നിറഞ്ഞ സഭാതലം മുഴങ്ങുമാറ് ശ്രീരാമൻ പറഞ്ഞു, ഭവാന്മാരെല്ലാവരുടെയും അനുവാദത്തോടെ ഈ ശൈവധനുസ് ഞാൻ ഒറ്റ കൈക്ക് പൊക്കിയെടുത്ത് നിവർത്തി നിർത്താൻ പോവുകയാണ്. പിന്നെ വില്ല് വളച്ച് ഞാണുമുറുക്കാനും. എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുവാൻ സകല ആളുകളും ശ്വാസമടക്കി മിണ്ടാതെയിരുന്നു. ശ്രീരാമൻ 2 കൈകൾ കൊണ്ടും 3 പ്രാവശ്യം വില്ല് തൊട്ട് വന്ദിച്ചു. അതിനുശേഷം ഒറ്റ കൈ കൊണ്ട് വില്ലിൻ്റെ നടുവിൽ പിടിച്ച് നിഷ്പ്രയാസം പൊക്കിയെടുത്ത് ഒരറ്റം നിലത്തൂന്നി നിവർത്തി നിർത്തി. യജ്ഞശാലയുടെ മോന്തായം മുട്ടി നിൽക്കുകയാണ് വില്ലിൻ്റെ മറ്റേ അറ്റം. അനേകം ആയസശലാകകൾ കൂട്ടിപ്പിടിച്ചെടുത്തിട്ടുള്ള ഞാണ് വില്ലിൻ്റെ കീഴറ്റം വരെ ഞാണ് കിടക്കുകയാണ്. ശ്രീരാമൻ ഇടം കൈകൊണ്ട് വില്ല് നിലത്ത് ഊന്നിപ്പിടിച്ച് വലം കൈകൊണ്ട് ഞാണ് മെല്ലെ മെല്ലെ ആഞ്ഞാഞ്ഞു വലിച്ചു. വലിവനുസരിച്ച് വളഞ്ഞ വില്ലിൻ്റെ കീഴറ്റത്തെ ഞാണ് വലിച്ചു കെട്ടിയ ശേഷം ശ്രീരാമൻ ബലം പരിശോധിക്കുവാൻ 2 വിരലുകൾ ചേർത്ത് ഞാണ് ആഞ്ഞൊന്ന് വലിച്ചതും ശരാസനം ശബ്ദത്തോടുകൂടി നടുവേ ഒടിഞ്ഞതും ഒപ്പം കഴിഞ്ഞു. ഇടിവെട്ടുന്ന മട്ടിലുള്ള ഒച്ച കേട്ട് രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ നടുങ്ങിപ്പോയി. മൈഥിലിയാകട്ടെ മയിൽപേടയെപ്പോലെ മോദാന്യുതയുമായി.
ജനക മഹാരാജാവിന് ഇതിൽ പരം സന്തോഷം ഉണ്ടാകാനില്ല. അദ്ദേഹം ചാടി എഴുന്നേറ്റ് വിശ്വാമിത്രനോട് പറഞ്ഞു, മഹാത്മൻ, ഞാൻ ധന്യനായി. എൻ്റെ മനോരഥം നിറവേറി. ശൈവചാപത്തിൽ ഞാണേറ്റുവാൻ ആരുമുണ്ടായില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചു കഴിയുകയായിരുന്നു ഞാൻ ഇതുവരെ. ദശരഥാത്മജൻ എൻ്റെ വിഷമങ്ങളെ ദൂരീകരിച്ചിരിക്കുന്നു ഇപ്പോൾ. ഭഗവൻ അവിടുന്നാണ് ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ. അതിനാൽ അനന്തര നടപടിക്ക് ആജ്ഞ നൽകിയാലും. മഹാരാജാവേ, ഒട്ടും താമസിക്കേണ്ട. അന്തപുരത്തിൽ അറിവ് കൊടുക്കൂ വധുവിനെ ആനയിക്കുവാൻ. മംഗളവാദ്യങ്ങൾ മുഴങ്ങുന്നതിനിടയിൽ സർവാഭരണഭൂഷിതയായ സീത സഖീജന പരിസേവിതയായി മന്ദം മന്ദം യജ്ഞവേദിയിലെത്തി. എന്നിട്ട് ശ്രീരാമകണ്ഠത്തിൽ വർണ്ണമാല്യമർപ്പിച്ചു. പുരനാരിമാർ പനിനീർ വർഷിച്ച് മംഗളാരവം മുതിർത്തു. യജ്ഞവേദിയിൽ നിന്ന് വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും അതിഥി മന്ദിരത്തിലെത്തി അവരവരുടെ വിശ്രമാഗാരത്തിലേക്ക് പോയി.